ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നും നമ്മളൊരു വെറൈറ്റി ഫ്ലവറാണ് വേണി കെട്ടാൻ പോകുന്നത്. ഇത് നമ്മുടെ കാർണേഷൻ എന്ന് പറഞ്ഞ ഫ്ലവറാണ് കേട്ടോ. പ്ലാസ്റ്റിക് പോലെ തോന്നുമെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡാണ്. നമ്മൾ റെഡ് കളറാണ് മിക്സ് ചോദിച്ചത്, പക്ഷേ മിക്സായിട്ട് റെഡ് ഉണ്ടായില്ല. അതിന് പകരം പിങ്കാണ് കിട്ടിയത്. വൈറ്റും പിങ്കും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സ്വാതി എന്നാണ് ആളുടെ പേര്. അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചോദിച്ചത്. ഇതിൽ ഒരെണ്ണം നമുക്ക് ആകെ കൂടി 20 ഫ്ലവറാണ് നമുക്ക് ഒരു കെട്ടിൽ വരിക. അതിൽ ഒരെണ്ണം ഇപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 19 എണ്ണം നല്ല ഫ്ലവറാണ്. ഇതേപോലെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇതളുകൾ എടുത്തിട്ടാണ് നമ്മൾ വേണി കെട്ടാൻ വിചാരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് കെട്ടാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. കൂടെ നമ്മുടെ ജിപ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്കിതിങ്ങനെ പതുക്കെ പറിച്ചെടുത്തിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജിപ്സം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് കേട്ടോ കെട്ടുന്നത്. ഇത് നല്ല ജിപ്സാണ് ഇപ്രാവശ്യം കെട്ടിയിരിക്കുന്നത്. കുഞ്ഞിതാക്കിയിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ചധികം എടുത്ത് വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുമിച്ചായിട്ട് എടുക്കുമ്പോഴേ കുറേ നേരം പിടിക്കും. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയിൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും പറിച്ചെടുക്കാം. നമ്മൾ റിബൺ വെച്ചിട്ടാണ് കേട്ടോ വേണി കെട്ടുക. എല്ലാവരും നൂലൊക്കെ എന്താ പറയുക ചാക്കുനൂലൊക്കെ വെച്ച് കെട്ടുമെങ്കിലും നമ്മളിവിടെ റിബൺ വെച്ചിട്ടാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് കെട്ടി തുടങ്ങിയിരിക്കണേ. പിന്നെ നൂലാണ് സാധാരണ നമ്മുടെ നൂല് വെച്ചിട്ടാണ് കേട്ടോ. മുല്ല കെട്ടണൊക്കെ നൂലില്ലേ അതുപോലെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജിപ്സം ഫ്ലവറാണ് വെച്ച് കൊടുക്കണേ. ഇങ്ങനെ ജിപ്സം ഫ്ലവർ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് അടിയിൽ കൂടെ നമ്മൾ അടിയിൽ വെച്ച പൂവിൻ്റെ മുകളിൽ കൂടി ആയിട്ടാണ് നമ്മൾ നൂല് കെട്ടണത്. അപ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ കൂടുതൽ നിൽക്കുന്ന ജിപ്സത്തിൻ്റെ തണ്ടുകളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ മുറിച്ച് കളയും കേട്ടോ. അങ്ങനെയാണ് വെക്കണേ. പിന്നെ ഈ ഫ്ലവർ എന്താ പറയുക നന്നായിട്ട് സെറ്റായിട്ട് വെച്ചില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പരമാവധി നല്ല ഇതിൽ നോക്കി ടൈറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട്. ഇങ്ങനെ നമ്മളിത് വട്ടമായിട്ട് കെട്ടാൻ നമ്മൾ കല്യാണമാലയൊക്കെ നമ്മൾ ഉണ്ടമാല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. കാർണേഷൻ നമ്മൾ സാധാരണയായിട്ട് ഒറ്റ സൈഡായിട്ടാണ് കേട്ടോ കെട്ടാറ്. ഇപ്രാവശ്യം നമ്മളിത് പൊളിച്ചിട്ട് ഒരു ഉണ്ട വേണി പോലെ കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കെട്ടണത്. ഇതിപ്പോൾ ഇതേപോലെ ഇതളുകളാക്കിയിട്ട് വേണം. ഏറ്റവും മുമ്പ് ആ പച്ച കളറുള്ള തൊലി ഉണ്ടല്ലോ അത് പതുക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് കെട്ടണത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇത് കെട്ടാനായിട്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ ഈ ഇതളുകളൊക്കെ പല വലുപ്പത്തിലുള്ളതാണ് കേട്ടോ വരിക, അല്ലാണ്ട് ഒരേപോലെയുള്ള വലുപ്പമല്ല കേട്ടോ പൂവിനുണ്ടാവുക. അപ്പം നമ്മളത് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ അത് കെട്ടാനായിട്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളത് കെട്ടുക. നമ്മളിതിൽ ഒരു 4 കാർണേഷ്യം വെച്ചിട്ടാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് 4 കാർണേഷ്യം വെച്ച് കെട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിപ്സം കെട്ടുക. പിന്നെയും വീണ്ടും 4 കാർണേഷ്യം അതിൻ്റെ ഇതളുകൾ എടുത്തിട്ട് കെട്ടാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗം കൂടി കഴിയുമ്പോൾ വീണ്ടും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കെട്ടണേന്ന്. ഇപ്പോൾ കെട്ടണേൻ്റെ ശൈലിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, കെട്ടാൻ പറ്റുമോ എന്നറിയില്ല. കുറേ ആദ്യമൊക്കെ ആയിട്ട് കെട്ടണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പതുക്കെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അങ്ങനെയാണിത് കെട്ടി പഠിക്കാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട്, എന്നാലും നല്ല ഭംഗിയുള്ള വേണിയാണ്. ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇങ്ങനെ കെട്ടാനായിട്ട്. അപ്പോൾ വേറെ തരം കുറേ പൂക്കൾ നമ്മൾ അന്വേഷിച്ച് നോക്കി, റെഡും വൈറ്റും കൂടി മിക്സായിട്ട്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് പൂക്കളൊന്നും വരുന്നില്ല എന്നാണ് കടയിലത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ നവംബർ ഡിസംബറൊക്കെ ആവില്ലേ, ആ സമയത്ത് നന്നായിട്ട് പൂക്കളൊക്കെ വരും കേട്ടോ. അപ്പോൾ വെറൈറ്റി പൂക്കളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ സീസൺ അല്ലാത്തത് കൊണ്ട്, ഇതിപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് വെറൈറ്റി ഫ്ലവറുകളൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ജിപ്സം വെച്ച് കെട്ടിയിട്ട് ഇടയിൽ വെട്ടണുണ്ടല്ലോ, നോക്കി വെട്ടണം കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂല് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ അത് കെട്ടിയൊക്കെ എടുത്ത് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഈ ജിപ്സത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി കളയാനായിട്ട് കേട്ടോ. ഇങ്ങനെ ഇത് കെട്ടി
അവസാനം ഇതിൻ്റെ ഒരു കെട്ട് വരണം. ഇത് നല്ല എന്താ പറയുക, നല്ല സുഖത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു വേണിയാണ്. സുഖത്തിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിബൺ വെച്ച് കെട്ടണം. അതുകൊണ്ട് തന്നെ നമുക്കത് കെട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വളയാനും ഇതിനൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് കെട്ടാം. നമ്മൾ ചാക്ക് നൂലോ അല്ലെങ്കിൽ വാഴനാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പുതിയ പുതിയ വീഡിയോയുമായി ഇനി ഒക്ടോബർ മാസം തൊട്ട് വീണ്ടും വരാം. ഇപ്പോൾ ചിങ്ങമാസത്തിലൊക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ വെറൈറ്റികൾ ഇടാം. പക്ഷേ എല്ലാ വെറൈറ്റികളും വരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ മാസത്തിലുള്ള കല്യാണങ്ങൾക്കാണ് വെറൈറ്റി ആയിട്ട് നമ്മൾ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവർ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം കേട്ടോ.